ബിഗ് ബോസ് വീട്ടിൽ നിന്നും രേണു സുധി എവിക്റ്റ് ആയിരിക്കുകയാണ്. ക്വിറ്റ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. ക്വിറ്റ് ചെയ്തു എന്നും പറഞ്ഞാൽ ഇത് ഒരു പ്രത്യേക തരം എവിക്ഷനാണ്. ആദ്യം തന്നെ ലാലേട്ടൻ ബിഗ് ബോസ് വീട്ടിനകത്തേക്ക് കയറുന്നു. ലാലേട്ടൻ ഓണമായിക്കൊണ്ടാണ് ബിഗ് ബോസ് വീട്ടിനകത്തേക്ക് കയറിയത്. ഞാൻ അങ്ങോട്ട് കയറണമെന്ന് പ്രതീക്ഷിച്ചതൊന്നുമല്ല. എനിക്ക് ഇവിടെ വന്നപ്പോൾ കയറാനുള്ള ഒരു സാഹചര്യം എനിക്ക് തോന്നിയില്ല. പക്ഷേ എന്തായാലും ഓണമല്ലേ, ഞാൻ കയറാമെന്ന് പറഞ്ഞ് ലാലേട്ടൻ അവസാനം ബിഗ് ബോസ് വീട്ടിനകത്തേക്ക് കയറുന്നു. അകത്തേക്ക് കയറി ചെന്ന് എല്ലാവരും തന്നെ നേരെ തന്നെ ആര്യൻ്റെയും ജിസേലിൻ്റെയും നടുക്ക് ആയിട്ട് അവിടെ ഇരിക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ തന്നെ മത്സരാർത്ഥികളുടെ വിവിധ തരം കലാപരിപാടികളുണ്ടായിരുന്നു. പാട്ടുണ്ടായിരുന്നു, തിരുവാതിര, അങ്ങനെ അതെല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ഒരാളെയും കൂടെ കൊണ്ടുപോവുകയാണ്. കാരണം ക്യാമറയിൽ നോക്കി ഇങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഞാൻ പോവാണ് എനിക്കിവിടെ നിൽക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിവിടെ നിർബന്ധിച്ച് നിർത്തുന്ന പോലെ ആയിപ്പോവും. അതുകൊണ്ട് രേണു സുധി അല്ലേ അങ്ങനെ പറഞ്ഞത്, രേണു ഇത്തവണ എൻ്റെ കൂടെ പോരൂ എന്ന് പറഞ്ഞ് രേണുവിനെയും വിളിച്ചുകൊണ്ടാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്നും ലാലേട്ടൻ ഇറങ്ങിയത്. അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ നിന്നും രേണു സുധി എവിക്റ്റ് ആയിരിക്കുകയാണ്. ക്വിറ്റ് ചെയ്തെന്നോ എവിക്റ്റ് ചെയ്ത് എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. എന്തായാലും സ്വന്തം ഇഷ്ടപ്രകാരം ലാലേട്ടനും എല്ലാവരും കൂടി ആലോചിച്ച് രേണു സുധീനെ അവിടുന്ന് പുറത്താക്കിയിരിക്കുകയാണ്. എന്തായാലും രേണു സുധി ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഒഫീഷ്യലി പുറത്തായി കഴിഞ്ഞു.